മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴിക്കുള്ളിലായിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ക്രൂരതയുടെയും ഭീഷണിയുടെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIRലും റിമാൻഡ് റിപ്പോർട്ടിലും ഇടം പിടിക്കുന്നത്. ഓരോ പരാതികൾ ഉയർന്നു വരുമ്പോഴും ആകെ 3 പരാതികൾ, അതിൽ നേരത്തെ ആദ്യ പരാതി ഉയർന്നു വരുന്ന ഘട്ടത്തിലൊക്കെ ഹൂ കെയർസ് എന്ന മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത് നമ്മൾ കണ്ടു. മുഖമുള്ള പരാതികളുണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് മുഖമുള്ള പരാതികൾ ഓരോന്നായി എത്തുന്ന ഘട്ടത്തിലും ഞാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കോളാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കണ്ടു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട്ട് സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടു. പക്ഷേ ഇവിടെ മൂന്നാമത്തെ പരാതിയിൽ, ഈ കഴിഞ്ഞ 2 പരാതികളിലും ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികളിലും ഒരു ദിവസം പോലും ജയിലിലേക്ക് പോകേണ്ടതില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലാവുകയാണ്. കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പരാതിക്കാരി തന്നെ തെളിവുകൾ, താൻ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കി തെളിവുകൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലായിരിക്കുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനു, ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? വിദേശത്താണ് പരാതിക്കാരിയുള്ളത്, അവരുടെ മൊഴി വിശദമായി ശേഖരിക്കുക എന്നതിലേക്കടക്കം അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? ഒപ്പം റിമാൻഡ് റിപ്പോർട്ടിലെയും FIRലെയും പരാമർശങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ കൂടി റിനു ശ്രീധർ. രജിത്ത്, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ളൊരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന സാഹചര്യത്തിൽ മുതൽ സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിനെയും വലിയ രീതിയിൽ പരസ്യമായി രഹസ്യമായി രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നു മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതു തരത്തിലും പൂട്ടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ. നിലവിൽ ആദ്യ പരാതി വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുവാൻ ബാംഗ്ലൂരിലടക്കം പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹത്തോടു കൂടി എത്തിയെങ്കിലും അറസ്റ്റ് നടന്നില്ല. അതിനുശേഷം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം ഉൾപ്പെടെ അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്ന സാഹചര്യത്തിലേക്ക് കോടതി ഇടപെടലുകൾ വരുന്നു. അതിനുശേഷം ഇപ്പോൾ 3ാം പരാതി വരുന്നു. 3ാം പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യുന്നു. കോടതി റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം മാവേലിക്കര ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയും ചെയ്യുന്നു. വലിയ പ്രതിഷേധം ഉയരുന്നു. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത് തെളിവുകൾ കൃത്യമായി ശേഖരിക്കുക എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണ സംഘത്തിന് ഈ പരാതിക്കാരി എല്ലാ തരത്തിലുള്ള തെളിവുകളും നൽകി എന്നുള്ളതാണ്. കാരണം അർജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ താൻ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യം മുതൽ എല്ലാ രീതിയിലുള്ള തെളിവുകളും ശേഖരിച്ചിരുന്നു ഈ പരാതിക്കാരി. അതിനുശേഷം അന്വേഷണ സംഘത്തിന് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി കാനഡയിലുള്ള ഈ തിരുവല്ല സ്വദേശിയെ ഇവിടേക്ക് എത്തിക്കുക, കേരളത്തിലേക്ക് എത്തിക്കുക, അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തുക എന്നതടക്കമുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. 2 ദിവസത്തിനകം തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മിക്കവാറും ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. അതിന് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ വിശദമായിട്ടുള്ള മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് പോലീസിന് ഈ പരാതി ലഭിക്കുന്നത്, ഇമെയിൽ സന്ദേശം വഴി. അതിനുശേഷം എല്ലാ രീതിയിലുള്ള പഴുതുകളും അടച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. ഒരു തരത്തിലും ഇത്തരത്തിലൊരു നീക്കം അന്വേഷണ സംഘം നടത്തുന്നു എന്നുള്ള വിവരം പോലും ആരും അറിയാത്ത തരത്തിലുള്ള നീക്കം. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഹോട്ടലിലെത്തി രാഹുലിനൊപ്പം ഉണ്ടായവർ മടങ്ങുന്നത് വരെ ഹോട്ടലിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അന്വേഷണ സംഘം നടത്തുന്ന സാഹചര്യം. ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള പ്ലാൻ അനുസരിച്ചുള്ള നീക്കമാണ് പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏകമാർഗം. അത് ഈ അതിജീവിതയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. ഒപ്പം കൃത്യമായി തന്നെ ഒരു ചോദ്യം ചെയ്യൽ നടത്തുക, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത്. എന്തായാലും ഹൈക്കോടതിയിൽ അടക്കം മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചിടത്തോളം അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ തെളിവുകളാണ് ഇനി പ്രധാനമായി മാറാൻ പോകുന്നത്. ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT കണ്ടെത്തുന്നുണ്ട്. ഈ ഫോണിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട് എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. പക്ഷേ അതിന്റെ ഫോണിന്റെ ലോക്ക് തുറക്കുന്ന കാര്യത്തിൽ, പാസ്വേഡ് ചോദിക്കുന്ന സമയത്തൊക്കെ രാഹുൽ നിസ്സഹകരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിൽ പരാതിക്കാരി ഇതുവരെ കൈമാറിയിരിക്കുന്ന തെളിവുകൾ, ഇതൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അന്വേഷണ സംഘത്തെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ റിനു ശ്രീധർ?
തീർച്ചയായും രജിത്ത്, കാരണം ഈ ആദ്യഘട്ടം മുതൽ, അതായത് ഈ റൂമിലെത്തി 2002 എന്ന് പറയുന്ന ഹോട്ടലിൽ റൂമിലെത്തി പോലീസ് മുട്ടുമ്പോൾ മുതൽ ഒരു നിസ്സഹകരണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ ഐഫോണിന്റെ ലോക്ക് അല്ലെങ്കിൽ ആ പാറ്റേൺ പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നിലവിൽ എന്തായാലും അന്വേഷണ സംഘത്തിന് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇതിന്റെ ലോക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതിന് ചില ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് സമയപരിധികളുണ്ട്. സമയം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ കാര്യം ഉൾപ്പെടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് സമയബന്ധിതമായ അന്വേഷണ സംഘം ഈ ഫോൺ കൈക്കലാക്കുകയും അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഹകരിച്ചില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും ഇതിന്റെ പാറ്റേൺ പറഞ്ഞു കൊടുത്തില്ല, ലോക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ പരാതിക്കാരിയുടെ നഗ്ന വീഡിയോ ഉൾപ്പെടെ ഈ ഫോണിൽ ചോർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിലാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ പരാതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഉണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ അത്തരത്തിൽ ഫോൺ ലോക്ക് മാറ്റാത്തത് കൊണ്ട് തന്നെ ഇനി സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഈ ലോക്ക് മാറ്റി വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് അന്വേഷണ സംഘം മുതിരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആ പരിശോധനയിൽ കണ്ടെത്തുന്ന തെളിവടക്കം കോടതിയുടെ മുന്നിൽ എത്തിക്കും എന്നുള്ളതാണ്. ഈ പരാതിയുടെയോ നേരത്തെ ഏതെങ്കിലുമുള്ള ഒരു പരാതിയുടെയോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള മറ്റു തെളിവുകളോ ഈ ഫോണിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ അടക്കം ഉണ്ടെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ശാസ്ത്രീയ തെളിവ് ശേഖരണം തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനമായ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. എന്തായാലും നിലവിൽ ഈ പരാതിക്കാരി വിലപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട്. ശരി, ശ്രീധർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.